ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ കോളേജിലേക്ക് പോവാണ്. ഞാൻ വീണ്ടും പഠിക്കാനായിട്ട് പോകല്ല കേട്ടോ. അപ്പോൾ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ എനിക്ക് ഉള്ളിലൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ബസ്സും കാത്തിരിക്കുകയാണ്. അപ്പോൾ നേരെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകാൻ തിരിച്ചു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ കൂട്ടുകാരത്തെയും കൂടി ഉണ്ട്. ഏകദേശം രാവിലെ വന്നതായിരുന്നു. കുറേ നേരം അവിടെ ഇരുത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയൊന്നുമില്ല. പിന്നത്തെ ആഴ്ച വരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ എന്തായാലും തൃശ്ശൂരൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ്സാണെങ്കിൽ വന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു ഐസ്ക്രീമും വാങ്ങിച്ചു അങ്ങനെ നടന്നു. അപ്പോൾ അവിടെ തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അത് എത്തിയ വശം തന്നെ ട്രെയിനും പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വരുമ്പോൾ തന്നെ ചിലപ്പോൾ ട്രെയിൻ വന്നാലോ എന്ന്. അപ്പം തന്നെ എത്തുകയും ചെയ്തു. പിന്നെ കോളേജൊക്കെ കണ്ടോ, പഴയ ഓർമ്മകളൊക്കെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും കോളേജിലേക്ക് വന്നപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ മിസ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഫുഡും കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പറ്റിയ എക്സിബിഷനും കാണാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം 2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പഠിച്ചിരുന്ന സമയത്ത് ഇത്ര ദൂരം ഉണ്ട് നടക്കാമെന്ന് തോന്നാറേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നടന്ന് എത്തുന്ന പോലെയായിരുന്നു. അപ്പോൾ തന്നെ ബസ്സും കിട്ടി. അങ്ങനെ റൗണ്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കൊക്കാല ഇറങ്ങി നടക്കാണ്. പിന്നെ അവിടെ ഒരു നല്ല ഹോട്ടൽ നോക്കി കയറി അവിടെ കഴിക്കാനിരുന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒരു സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ എന്തായാലും അടിപൊളി വൈബൊക്കെ ആയിരുന്നു. പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. സമയമാണെങ്കിൽ 2:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് തിന്നാനുള്ളൊരു ഇതിലാണ്. പക്ഷെ ഞാനെപ്പോഴും ഹാഫ് തന്നെ വാങ്ങിക്കാറ്. കാരണം പിന്നെ ഫുള്ളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കളയേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് തിന്നാൽ മതിയല്ലോ. അപ്പോൾ റൗണ്ടിലേക്ക് പോകാത്ത കാരണം കൊണ്ട് പിന്നെ എക്സിബിഷൻ എന്തായാലും പോകണ്ടെന്ന് വിചാരിച്ചു. പറഞ്ഞാൽ കാത്തിരുന്ന് കണ്ണ് കഴിച്ചു. ഫുഡ് എത്തിയിട്ടുമില്ല. അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ഇത് ഫുള്ള് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് അവളുടെ നിന്ന് എടുത്ത് കഴിച്ചു. അങ്ങനെ ഞങ്ങളെ വിശപ്പൊക്കെ മാറി. ഞങ്ങൾ അങ്ങനെ തിരിച്ച് നടക്കുകയാണ് ബസ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ശക്തനേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളോട് ഞാൻ ക്യാമറയിൽ വരാൻ പറഞ്ഞിട്ട് അവൾ വന്നില്ല. എന്നെ രസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ നിന്ന് ഇത്തിരി നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ബിരിയാണി ഇപ്പോൾ തിന്നതൊക്കെ എന്തായാലും ദഹിക്കും അവിടെ എത്തുമ്പോഴത്തേന്. അങ്ങനെ പിന്നെ നടന്നത് ശക്തനിലെത്തി. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ ബസ് കയറാമെന്ന് വിചാരിച്ചു. നടന്ന് കതച്ചു. പിന്നെ ഒരു 7up വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കുടിച്ച് അങ്ങനെ ഇത്തിരി നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ ബസ് കയറാൻ പോയത്. ഞങ്ങളിങ്ങനെയൊക്കെ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴാണ് പോവാറ്. അപ്പോൾ മുമ്പൊക്കെ പോയിരുന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് രസമായിരുന്നല്ലേ എന്നൊക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഒന്നിച്ചുള്ളൊരു യാത്ര വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ വ്ളോഗായിട്ട് ഇടാൻ നോക്കാം. അതൊരു പ്രധാനപ്പെട്ട യാത്ര തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ച് ആകെ വലഞ്ഞു ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കയറിയ ബസ്സിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവൾക്കുള്ള ബസ്സും കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവൾ അതിലും കയറിയിരുന്നു, ഞാൻ ഇതിലും കയറിയിരുന്നു. പറഞ്ഞന്ന് വന്നത് വെറുതെ ആയിപ്പോയി. കാരണം ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന മാതിരിയായി. അപ്പോൾ അവളെ ബസ് എടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ നോക്കി ടാറ്റൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബസ് എടുക്കാൻ പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും എടുത്തത്. അത് ഭയങ്കര ചൂടായ കാരണം കൊണ്ട് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. വീട്ടിലെത്തിയാൽ പിന്നെ അങ്ങനെ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് തുടങ്ങാം. പിന്നെ എനിക്കൊരു ടാബ്ലറ്റ് ഉണ്ട് കഴിക്കാൻ, ബ്ലഡിനുള്ളത്. അതുകൊണ്ട് കഴിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ്സും കൂടി എടുത്തിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഈ ഗ്ലാസ് വെള്ളം എത്ര സിപ്പ് വെച്ച് കുടിച്ചാലാണ് ഈ ഗ്ലാസ്സിലെ വെള്ളം തീരാൻ നോക്കാം. തുടങ്ങാം. ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഞാൻ തീർത്തും 7 സിപ്പാണ് ഉണ്ടായത്. അപ്പോൾ 7 സിപ്പ് വെച്ച് കുടിച്ചപ്പോൾ ഒരു ഗ്ലാസ്സിലെ വെള്ളം തീർന്നു. ബാക്കിയുള്ളവർക്ക് പല രീതിയിലായിരിക്കും. എനിക്ക് 7 സിപ്പ് വേണ്ടിയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 6 ചിലപ്പോൾ അതിന് താഴെ മതി. ചിലപ്പോൾ ഒറ്റ വലിയ കുടിക്കുന്നവരുണ്ടാവും. ഇത് ജസ്റ്റ് വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞത് ചക്ക പൊളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പോയി ഞാനും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക. നല്ല അത്യാവശ്യം മധുരമുള്ള ചക്ക തന്നെയായിരുന്നു. പ്രാവശ്യം നമുക്ക് അധികം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചിലതൊക്കെ കേടൊക്കെ ആയിരുന്നു ചക്ക. അപ്പോൾ ഇതാണ് നല്ലതായിട്ട് കിട്ടിയത്.